ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി 2 ടൈപ്പായിട്ടുള്ള മയോനൈസ്. അതിനായിട്ട് 3 കോഴിമുട്ട, ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, കുറച്ച് വിനീഗർ എല്ലാം കൂടി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് സാൾട്ട്, കുറച്ച് ലെമൺ സാൾട്ട് എന്നിവയിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ ഒഴിച്ചെടുത്തിട്ട് വേണം നമ്മളിത് കറക്കിയെടുക്കാൻ വേണ്ടി. കോഴിമുട്ട ദിവസങ്ങളോളം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതാണെങ്കിൽ അതിൻ്റെ ചുവപ്പ് ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം എടുത്തിട്ട് വേണം ഉപയോഗിക്കുക. നമ്മളിത് ഡെയിലി ഉപയോഗത്തിന് അടിക്കുന്നതുകൊണ്ട് ചുവപ്പ് പൊടി മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. നമ്മളെ വൈറ്റ് മയോനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നല്ല ഫ്രഷ് ക്രീമി ആയിട്ടുള്ള മയോനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് റെഡ് ചില്ലി മയോനൈസ് കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായി 10 കായമുളക് ഫ്രൈ ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്, ഒരു 15 അല്ലി വെളുത്തുള്ളി, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, 3 കോഴിമുട്ട. ഇതെല്ലാം കൂടി ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനീഗർ, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുമ്പോൾ ഒരു 4 പ്രാവശ്യമായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. ഒരു 4 പ്രാവശ്യമായിട്ട് വേണം നമ്മളിത് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളെ റെഡ് ചില്ലി മയോനൈസ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള മയോനൈസ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.